ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയത്തില്ല, തൻ്റെ അവകാശത്തെ കൈവിട്ട് കളയത്തുള്ളൂ. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവഭക്തൻ്റെ പ്രത്യാശയാണ് ദൈവം കൈവിട്ട് കളയത്തില്ല എന്നുള്ളത്. ചില പ്രതിയോഗികൾ ദൈവമക്കൾക്ക് നേരെ എഴുന്നേറ്റു ഇവരോട് അന്യായം ചെയ്യാൻ തുടങ്ങി. നീതി നടപ്പിലാക്കേണ്ടവർ പോലും ഇവർക്ക് നേരെ അന്യായം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ നടുവിൽ ഇവർ പറയുന്നുണ്ട്, കാണുന്ന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുമ്പോൾ, ചിലർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്ന്, ആ ദൈവം ന്യായം വിധിക്കുമെന്ന്. അതുപോലെ ഇവരും പറഞ്ഞു, കാണുന്ന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പക്ഷേ അവരൊന്നും അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും വീണ്ടും ഇവരോട് അന്യായം ചെയ്യാൻ തുടങ്ങി. അവരെ കഠിനമായി വേദനിപ്പിക്കാൻ തുടങ്ങി. ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അവർ നീക്കപ്പെടുമെന്നുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ഈ ഭക്തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തൊരു ബലമാണ്. ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളയത്തില്ല, തൻ്റെ അവകാശത്തെ കൈവിട്ട് കളയത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ അവകാശമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. നമുക്ക് നേരെ ചില പ്രതിയോഗികൾ അന്യായം ചെയ്യുമ്പോൾ അത് കാണുന്ന കേൾക്കുന്ന ദൈവം നിശ്ചയമാണ് നമുക്ക് വേണ്ടി ന്യായം വരുത്തും. ആമേൻ.